ജൂലൈ 30 നമുക്കൊക്കെ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണല്ലേ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്ത ബാധിതർ ഇപ്പോൾ അതിജീവനത്തിനായി പുതിയ വഴികൾ തേടുകയാണ്. തുണിയും ജൂട്ടും ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദ ബാഗുകൾ നിർമ്മിക്കുന്ന സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. അതിജീവനത്തിന്റെ ആദ്യ ചുവടായി ബെയ്ലി പാലത്തിന്റെ ഓർമ്മയ്ക്കായി ബെയ്ലി എന്ന ബ്രാൻഡ് നെയിമാണ് ബാഗുകൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ചുരൽമലക്കാരാണ്. ദുരന്തത്തിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കുടുംബം പോലെ എല്ലാവരും ഫ്രണ്ട്സാണ്, ഞങ്ങളെല്ലാവരും കാണുന്ന ആളുകളാണ്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുരൽമല ഉള്ള ഭാഗത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊഴിലുറപ്പിൽ എല്ലാവരും ഒരുമിച്ച് ഏതാണ്ട് ഒരു 5 വർഷത്തോളം ഒരുമിച്ച് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം വീണ്ടും പല ഭാഗത്തായപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളത് കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് വീണ്ടും ഒന്നും കൂടി എല്ലാവരും ജോയിൻ്റ് ആവാന്നുള്ളൊരിതിൽ ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഈ ഒരു ബാഗിൻ്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ദുരന്തം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ചാൻസും കൂടി വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പ്രധാനമായിട്ട് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ഇവർക്ക് എല്ലാവർക്കാണ്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 10-15 പേരെ ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് വിളിച്ച് ആദ്യം അവരെയാണ് ഞങ്ങൾ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാവരെയും ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇതിലുണ്ടായിക്കോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എല്ലാവരും നമ്മളിതിലേക്ക് ചേർക്കാണ് ഉണ്ടാവും. ഉരുൾപൊട്ടലിന് ശേഷം ഞങ്ങളെല്ലാവരും വീടുകളിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം, ഞങ്ങൾക്ക് അതിൽ നിന്നൊരു റിക്കവർ ആകണം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വർക്കിലേക്ക് ഏർപ്പെടണം എന്നുള്ള ഒരു തോട്ട് വന്നു. ഒരു സഞ്ചി യാദർശികമായിട്ട് എൻ്റെ കയ്യിലെത്തി. ഒരു മാജിക് ഷോപ്പറായിരുന്നു അത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഏതായാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെയുള്ള അയൽവക്കക്കാരെയും നമ്മൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന എത്രയോ പേരുണ്ട് നമ്മളാ മുണ്ടക്കൈ ചൂരൽമല ഏരിയയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്നും അവരെല്ലാവരും നമ്മൾ കോണ്ടാക്റ്റ് ഇങ്ങനെ പുതിയ നമ്പറുകളൊക്കെ കിട്ടി അങ്ങനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത് തുടങ്ങിയത്. തുടക്കം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഹെൽപ്പ് ഉണ്ട്. ബെയ്ലി എന്നുള്ള ഒരു ആശയം നമുക്കൊരു ദുരന്തത്തിന് ശേഷം ഒരു പ്രതീക്ഷ നൽകിയ ഒരു പാലം കൂടിയാണ് ബെയ്ലി. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോകയ്ക്ക് തന്നെ ഒരു കഥ പറയാനുണ്ട്. അതായത് അതിൽ ഞങ്ങളെ ജീവിതം, പുഴയും ഞങ്ങളുടെ ആ പരിസ്ഥിതിയും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോഗോയാണത്. ബെയ്ലി എന്നുള്ള ഒരു ലോഗോ ചെയ്തിട്ടുള്ളത്. ആർമിക്കാരോടുള്ള റെസ്പെക്റ്റ് കൂടിയാണ് ബെയ്ലി എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം. ഏത് ഫോണിലേക്ക് നമ്മൾ വിളിച്ചാൽ ആ ഫോണ് റിങ് ചെയ്യാന്നല്ലാണ്ട് ഒന്നില്ലെങ്കിൽ റിങ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ എടുക്കൂല, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ആ ഒരു ഇരുട്ടത്ത് ഞങ്ങൾക്ക് മനസ്സിലാവാതെ ഒരുപാട് അന്ന് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, നമുക്കത് പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ തൊട്ട് ആ ഒരു ഇതിൽ നമ്മളെ തലേന്ന് വരെ കണ്ടിരുന്ന ആളുകൾ അവരതിൽ പോയി എന്നുള്ളത് അറിയുമ്പോൾ മുണ്ടക്കൈ ആണ് മുഴുവനായിട്ട് പോയതെങ്കിലും കൂടിയിട്ട് നമ്മളൊരു നാടാണത് മൊത്തം. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് വന്നത്. പുറത്തുനിന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായി നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങിയതിന് ശേഷമാണ് ആ ലൈഫിലേക്ക് അവരൊക്കെ തിരിച്ചു വന്നത്. അവരൊക്കെ നേരിട്ട ആ ഒരു ഭീകരമായൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവരെ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു യൂണിറ്റിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, ബെയ്ലി എന്ന ആ പേരിന് പറയാൻ ഒരുപാട് കഥകളുണ്ടല്ലേ. ഈ ഒരു ദുരന്ത ബാധിതർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കൂട്ടായ്മയിലുള്ളവർ തന്നെ ദുരന്തത്തെ അതിജീവിച്ചവരാണ്, കൂടെ നടന്നവരെ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ പലപ്പോഴും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നല്ല സൗഹൃദങ്ങൾ, കൂട്ടായ്മകളൊക്കെയാണല്ലേ. ഇപ്പോൾ ഇവർക്കും ഈ ഒരു അതിജീവനത്തിന് സഹായകമാകുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. അവരൊരു തൊഴിലെടുക്കുന്നു, അതൊക്കെ തന്നെയാണ് അല്ലേ കമൽ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ ഏതാണ്ട് 8 മാസം പിന്നിടുമ്പോഴും അതിൽ ഉൾപ്പെട്ടവർ, ആ ദുരന്തം അനുഭവിച്ചവരൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ജീവിക്കാൻ മാർഗം ഇല്ലാത്തത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. ജീവനോപാധി നഷ്ടപ്പെട്ടവർ എങ്ങനെ ജീവിതം, സർക്കാരിൻ്റെ പലതരത്തിലുള്ള സഹായങ്ങളും പുനരധിവാസ പദ്ധതിയൊക്കെ വരുമ്പോഴും
ദൈനംദിനമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുന്നവർ, അതുപോലെ ഉറ്റവരെ, വളരെ അടുത്ത ബന്ധുക്കളെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ട അതിൻ്റെ ട്രോമയിൽ ജീവിക്കുന്നവർ, അങ്ങനെ പലതരത്തിൽ ആളുകൾ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ മറ്റ് വാടക വീടുകളിലേക്കൊക്കെ മാറിയപ്പോൾ അവർക്ക് മുൻപ് ജീവിച്ച സാഹചര്യമേ അല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പല സ്ഥലത്ത് താമസിക്കുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. ചൂരൽമലയിൽ നേരത്തെ തന്നെ ഒരുമിച്ച് ചേർന്ന് പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നവർ, തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോയിരുന്നവരാണ് മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ലൈഫ് ലൈൻ വയനാട് എന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അപ്പോൾ എങ്ങനെ വരുമാനത്തിനായും മറ്റ് കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ എന്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രകൃതി സൗഹൃദ ബാഗ് നിർമ്മാണം എന്നൊരു ആശയം വരുന്നത്. ഇതിൽ മിക്ക ആളുകളും, മിക്കവാറും എല്ലാവരും തന്നെ തുന്നൽ അറിയുന്നവരാണ്, പക്ഷേ ബാഗ് നിർമ്മാണത്തിൽ മുൻപരിചയമൊന്നുമില്ല. എന്തായാലും അവർ ജില്ലാ കലക്ടർ DR മേഘശ്രീയെ സമീപിക്കുന്നു ഈ ഒരു കാര്യവുമായി. കലക്ടർ വളരെ താല്പര്യത്തോടെ ഇടപെടുന്നു. അന്നു മുതൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടവും കലക്ടറും ജില്ലാ വ്യവസായ കേന്ദ്രം, കുടുംബശ്രീ മിഷൻ, മറ്റ് സർക്കാർ ഏജൻസികളൊക്കെ പൂർണ്ണ പിന്തുണയുമായി വനിതാ കൂട്ടായ്മയ്ക്ക് ഒപ്പം നിൽക്കുന്നു. അങ്ങനെ അവർക്ക് 15 ദിവസത്തെ പരിശീലനമൊക്കെ നൽകുന്നു. ആദ്യം ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ കൂട്ടായ്മ കാണുമ്പോൾ, അവർ അതിജീവിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്.